വെൽക്കം ടു നിക്കീസ് വേൾഡ്. അപ്പൊ നമ്മൾ ഇന്ന് അജ്മാനിലോട്ടാണ് പോകുന്നത്. അപ്പൊ അവിടെ അയ്യപ്പ ദർശനമുണ്ട്. മീൻസ് അവിടെ അയ്യപ്പ മഹോത്സവം നടക്കുന്നുണ്ട്. അപ്പൊ മുന്നത്തെ മേൽശാന്തി, നമ്മുടെ ശബരിമലയത്തെ മുന്നത്തെ മേൽശാന്തിയൊക്കെ വന്നിട്ട് അവിടെ പൂജ കാര്യങ്ങള് അങ്ങനെ അടിപൊളിയായിട്ടുള്ള പരിപാടി കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ ഇന്ന് നമ്മൾ ഞായറാഴ്ച ആയതുകൊണ്ട് അവിടേക്ക് പോവാണ്. അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാം. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മൾ റൂമിനടുത്ത് തന്നെയായിട്ടുള്ള ഒരു പ്യോർ വെജ് റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അവിടേക്ക് വന്നു. മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ നമ്മൾക്ക് രണ്ടുപേർക്കും മസാല ദോശയൊക്കെ കിട്ടിയിട്ട് നമ്മൾ അതൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ കാലിൽ തന്നെ ഈ ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് എണീക്കാറ്. പക്ഷേ ഇതൊന്ന് നമ്മൾ അജ്മാനിലേക്ക് അങ്ങോട്ടേക്ക് പോകണ കാരണം നമ്മൾ നേരത്തെയൊക്കെ എണീറ്റ് കുളിച്ച് റെഡി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ നേരെ അജ്മാനിലേക്ക് വിട്ടു. അപ്പോൾ അതിൻ്റെ ഇടയിൽ പെട്രോൾ കടിക്കുന്നുണ്ട് നമ്മൾ. അങ്ങനെ നമ്മൾ പെട്രോൾ കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് നേരെ അങ്ങോട്ടേക്ക് വിടുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്കറിയാമല്ലോ, റാസൽ കൈമ ടു അജ്മാൻ വലിയ അങ്ങോട്ടേക്ക് ദൂരമില്ല. അതുകൊണ്ട് നമ്മൾ കുറേ നേരമായിട്ട് ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഇടയിൽ എനിക്ക് സൗണ്ടിന് കുറച്ച് കുറച്ച് പനിയും കാര്യങ്ങളൊക്കെ പിടിച്ചു. അതുകൊണ്ടാണ് ഈ എഡിറ്റ് ചെയ്യാനിരിക്കുന്ന സമയത്ത് സൗണ്ടിനൊക്കെ കുറച്ച് പ്രോബ്ലമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു. പാർക്കിംഗ് ഒന്നും കിട്ടാണ്ട് നമ്മൾ കുറേ ദൂരത്തേക്കൊക്കെയാണ് നമ്മൾ കാറ് കൊണ്ടുവന്നിട്ടത്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നടന്ന് വന്നപ്പോൾ ഇവിടെ ഒരു അമ്പലത്തിലേക്ക് ഒരു ഫീലിംഗ് ആയിരുന്നു. കുറേ ആൾക്കാർ ഇവിടെ ഇങ്ങനെ ഭജന പോലെയൊക്കെ ആക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചത് ഇതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ഒരു അമ്പലം മോഡൽ, പക്ഷെ നന്നത് ഭംഗിയാണ്, അതൊരു ഐശ്വര്യമായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. അപ്പം നമ്മൾ അവിടെ നിന്നൊക്കെ പ്രാർത്ഥിച്ച് നമ്മളിങ്ങനെ പോകുന്നു. കുറച്ച് നേരം അപ്പോൾ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് ഇവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ റെഡിയായി. അപ്പോഴേക്കും ഉച്ചയായപ്പോഴേക്കും നമ്മൾ ഫുഡ് മേടിക്കാനായിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുക. അപ്പം അധികം ക്യൂ നിൽക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ ഫസ്റ്റ് തന്നെ വേഗം പോയിട്ട് ക്യൂവിലൊക്കെ നിന്ന കാരണം കൊണ്ട് അങ്ങനെ ചോറും കറികളും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഊണ് തന്നെയായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ നമുക്ക് ആവശ്യത്തിന് അനുസരണം നമ്മൾക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ അവർ തരും കേട്ടോ. അപ്പം നമ്മൾക്ക് ചില ഇത്തിരി ഇത്തിരി കറി വയ്ക്കുക അങ്ങനെയൊന്നുമല്ല. നമ്മൾക്ക് ചോദിച്ചാലും നമ്മൾക്ക് ഫുഡ് കാര്യങ്ങളൊന്നും കൂടി വീണ്ടും അവർ ഇട്ട് തരും. അപ്പം നമ്മൾ ഇങ്ങനെ ക്യൂവിൽ നിന്നിട്ട് ഓരോ കറികളൊക്കെ നമ്മൾ മേടിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ചെന്നിരുന്നിട്ട് നമ്മൾക്ക് ഫുഡ് കഴിക്കാം. ഈ ഒരു സൈഡിൽ പോയിരുന്നിട്ട് നമ്മൾ ഫുഡൊക്കെ വെച്ച് ഇതാണ് നമ്മുടെ കറികൾ കാര്യങ്ങളൊക്കെ. അടിപൊളിയായിട്ടുള്ള മാങ്ങാച്ചാറായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാത്തിനും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. അപ്പോൾ എൻ്റെ പാപ്പനെയും മേമേനെയും ഒക്കെ കണ്ടു. അങ്ങനെ നമ്മളവിടുന്ന് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഇതും ഉണ്ട് കേട്ടോ, നമ്മുടെ അരവണ പായസം ഉണ്ട്. പാപ്പൻ്റെ മോനാണിത്. അവന് വീഡിയോയിൽ വരാൻ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അവന് വെറുതെ വിട്ടു. അത് വെച്ചാൽ അവിടെ നിന്ന് നമ്മൾ നേരെ പിന്നെ നമ്മളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നല്ല ദാഹം. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇളനീർ ജ്യൂസും പിന്നെ വിഷാണ്ണും അഖിൽചേട്ടനും കൂടിയിട്ട് അവർ അവിൽ മിൽക്കുമാണ് മേടിച്ചത്. അങ്ങനെ അതൊക്കെ മേടിച്ചിട്ട് നമ്മളതൊക്കെ കുടിച്ചിട്ട് പോകണം. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു ഇതും ഇളനീരിൻ്റെ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇളനീർ ജ്യൂസ് കുടിക്കണേ, പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ നമ്മളതൊക്കെ കഴിക്കുകയാണ്. അങ്ങനെ പിന്നെ നമ്മളതൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ പിന്നെ പോയത് നമ്മളുടെ യൂസഫ് ഇക്കയുടെ പെർഫ്യൂം ഷോപ്പിലോട്ടാണ്. യൂസഫ് ബായ്, സോറി ഇക്ക ബായ്ക്ക് ഒന്നൊക്കെ തന്നെയല്ലേ. അപ്പോൾ യൂസഫ് ബായുടെ പെർഫ്യൂം ഷോപ്പിലാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. ഡിഫറെൻറ്റ് നാഷണാലിറ്റീസിലുള്ള ആൾക്കാരായിട്ട് ഫുള്ള് തിരക്കായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുൾ പെർഫ്യൂമിൻ്റെ സ്മെല്ലാണ്, പല പെർഫ്യൂമിൻ്റെ സ്മെല്ലാണ്. അപ്പോൾ നമ്മൾക്ക് അവർ ഓരോന്നും തരും, നമ്മൾക്ക് ഏതാണ് വേണ്ടതെന്ന്
സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അതനുസരിച്ചിട്ട് അവരവിടെ ഉണ്ടാക്കി തരും. ഇതാണ് ഉണ്ടാക്കുന്ന പ്രോസസ്സ് കാര്യങ്ങളൊക്കെയാണ്. ഇതുപോലെ ഒരു ജഗ്ഗിലൊക്കെ വെച്ചിട്ട് അവരുടെ ഓരോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ഇതുപോലെ ആ ഒരു സ്മെല്ല്, ആ ഒരു പെർഫ്യൂമിൻ്റെ, ഇപ്പം നമ്മൾ ഏതൊരു പെർഫ്യൂം ബ്രാൻഡിൻ്റെ ഒരു പെർഫ്യൂം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു രീതിയിൽ അവർ ഉണ്ടാക്കി തരും കേട്ടോ. അപ്പോൾ നമ്മളും ഇതുപോലെ തന്നെ ഒരു പെർഫ്യൂമിൻ്റെ സ്മെല്ല് പറഞ്ഞു, അങ്ങനെ നമ്മൾക്കും ഉണ്ടാക്കി തന്നു. ഇത് വേറെ ഏതോ ഓർഡറാണ്. അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തു എന്നുള്ളൂ. ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്നിരിക്കുമ്പോൾ എൻ്റെ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്, ഒന്ന് ക്ഷമിക്കുക. അപ്പം നമ്മൾക്ക് ഈ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ. അങ്ങനെ നമ്മൾ പെർഫ്യൂമിൻ്റെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. അപ്പം നമ്മൾ മേടിച്ചു അവിടുന്ന് പെർഫ്യൂം. അപ്പോൾ അഖിൽ ചേട്ടന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വന്നത്. അപ്പോൾ അഖിൽ ചേട്ടൻ ഞങ്ങൾക്കും ഒരെണ്ണം മേടിച്ച് തന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ചുമ്മാ അങ്ങോട്ടേക്കൊക്കെ നടന്നു. അപ്പോൾ അവിടെ തന്നെ യൂസുഫ് ബായുടെ ഓൾഡ് ഷോപ്പാണെന്ന് തോന്നുന്നു, അവിടെ ഫസ്റ്റത്തെ ഷോപ്പായിരിക്കും. അവിടെ യൂസുഫ് ബായ് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആളെ ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ ആ വഴി തന്നെ പാസ് ചെയ്ത് പോയി. എന്നിട്ട് നമ്മൾ ചുമ്മാ അവിടെ ഇങ്ങനെ കറങ്ങി നടക്കാതെ വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് അങ്ങോട്ടൊക്കെ നടന്നു. അത് കഴിഞ്ഞിട്ട് ഏതൊരു ഡ്രസ്സ് കാര്യങ്ങളൊക്കെ മേടിക്കാമെന്നൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ തന്നെ കുറേ പെർഫ്യൂമിൻ്റെ ഷോപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കൂടുതൽ ലൈക്ക് ക്രൗഡഡ് ആയിട്ടുള്ളത് നമ്മളുടെ യൂസുഫ് ബായുടെ ഷോപ്പിൽ തന്നെയായിരുന്നു. ഇതൊക്കെ കണ്ടോ, ഇതുപോലെ നമ്മളുടെ നാട്ടിലേക്ക് ഓല മേഞ്ഞിട്ടൊക്കെ നമ്മളുടെ ഉത്സവപ്പറമ്പിലൊക്കെ ഉണ്ടാവില്ലേ, ആ ഒരു രീതിയിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഷോപ്പിൽ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു. കുറച്ച് ഡ്രസ്സൊന്നും ഇല്ല, വിഷുവാണ്ടും അഖിൽച്ചേട്ടനും മാത്രം ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ പോയി ചുമ്മാ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇതുപോലെ നടന്ന് വരാൻ വീഡിയോ എടുത്ത് തരൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെടുത്ത വീഡിയോ ആണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു ഈവനിങ് തന്നെ ആയിട്ടുള്ളൂ, പക്ഷെ നന്നായിട്ട് ഇരുട്ടായി, വിൻ്ററൊക്കെ ആയപ്പോൾ. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ലവ് ലോക്ക് ബ്രിഡ്ജിലേക്കാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എൻ്റെ അടിപൊളി കാറുകളാണ് കേട്ടോ അവിടെ ഫുള്ള് നിരന്ന് കിടക്കണത്. അപ്പോൾ അവിടെ തന്നെയാണ് ഈ കാറ് ക്രേസൊക്കെ ഉള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പല വെറൈറ്റി അടിപൊളി ആയിട്ടുള്ള വണ്ടികളൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ആൾക്കാർക്ക് വന്നിട്ട് എൻജോയ് ചെയ്യാൻ വന്നിരിക്കുന്നവരാണ്. അപ്പോൾ ഇവിടെ ഫുൾ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റിയ സ്ഥലമാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ കാമായിട്ടുള്ളൊരു ആംബിയൻസ് ആണ്. ഇത്ര ക്രൗഡഡ് ആണെന്നുണ്ടെങ്കിലും പക്ഷെ ഒരു കാമായിട്ടുള്ളൊരു പ്ലേസാണ്. അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ എൻജോയ് ചെയ്ത് കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ആംബിയൻസ് ആണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം. മറഞ്ഞു നിന്നെന്തിനൻ മനസ്സിലെ കുങ്കുമം തളിർ വിരൽ തുമ്പിനാൽ കവർന്നു നീ ഇന്നലെ ജന്മകടങ്ങളിലൂടെ വരും നിൻ കാൽപ്പാടുകൾ പിന്തുടരാൻ എൻ്റെ മനസ്സിലലിഞ്ഞൊരുക്കും നിന്റെ പ്രസാദം പങ്കിടുവാൻ മഞ്ഞിതൾ മൂടുമോരോർമകളിൽ ഒരു പൊൻതിരിയായി ഞാൻ പൂത്തുണരാൻ വെള്ളിനില തുള്ളികളോ
നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളും എല്ലാവരുടെയും എടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നപ്പോഴാണ് ഇതായിരിക്കുന്നു നമ്മളുടെ എന്ത് വണ്ടിയാണ് ഇത് നമ്മൾ പണ്ട് ചെറുപ്പത്തിലൊക്കെ ഇതിൻ്റെ ടർബാനിയോ അങ്ങനെ എന്തോ അല്ലേ പറയാം. അപ്പം അതിനുള്ളിലൊക്കെ ഇരുന്നിട്ട് കളിക്കാറില്ലേ. അപ്പം അതിൽ ഇതുപോലെ നമ്മൾക്ക് ചെടിയൊക്കെ നട്ട് അടിപൊളി സെറ്റ് ചെയ്യാം. അങ്ങനെ സൈഡിൽ കൂടെ പോയപ്പോൾ ഐസ്ക്രീമൊക്കെ ഉണ്ട്. ചുമ്മാ അങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നമ്മൾ കാറിട്ട സ്ഥലത്തേക്ക് പോയിട്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ റാസൽ കൈമയ്ക്ക് പോകണം. അപ്പോൾ നമ്മൾ നേരെ നമ്മൾ വണ്ടി എടുത്തിട്ട് നേരെ അജ്മാനിലേക്ക് പോകണം. അപ്പോൾ അജ്മാനിലുള്ള ഫ്രണ്ടിൻ്റെ വീടിൻ്റെ അടുത്തായിട്ട് ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾക്ക് മന്തി ഓർ ലൈക്ക് കബാബ് കഴിക്കാമെന്ന് പറഞ്ഞ് പോവുകയാണ്. അപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ ഇങ്ങനെ നിരന്ന് നീണ്ടു കിടക്കുകയാണ് നല്ല അടിപൊളിയായിട്ടുള്ള വണ്ടികൾ, പല മോഡൽസ്. അപ്പം നമ്മൾക്ക് അറിയാത്ത പല പേരറിയാത്ത വണ്ടികൾ പോലും ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ പെട്ടതാണ് ഒരെണ്ണം, ഇതറിയാം, ഡിഫൻഡർ. അങ്ങനെ പല വണ്ടികളും ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല എനിക്കും വലിയ ക്രേസൊന്നും ഉണ്ടായിരുന്നില്ല വണ്ടികൾ. പക്ഷേ ഇങ്ങനെ പല പല വണ്ടികൾ കാണുമ്പോണ്ടല്ലോ നമുക്ക് പേടിക്കണം, ഒരു ടൈം ആവും എന്നൊക്കെയുള്ള വിചാരം ഉണ്ടാവും. പക്ഷേ എന്നാണെന്നുള്ളത് നമുക്കറിയില്ല. അങ്ങനെ വിചാരിക്കുക മാത്രമല്ലാണ്ട് നമ്മൾ അതിന് വേണ്ടി എല്ലാവരും പ്രയത്നിക്കണം. ഓക്കെ, നമ്മളുടെ ആഗ്രഹങ്ങൾ, നമ്മളുടെ ഡ്രീംസ് എല്ലാതും നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെയൊക്കെ ഞാനിപ്പോൾ പറയും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം, അതാണ് മെയിൻ. അപ്പോൾ ഫുഡ് കഴിഞ്ഞിട്ടുള്ളത് എന്തോ. അപ്പോൾ നമ്മൾ ഈ ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ കയറിയ റെസ്റ്റോറൻറ്റിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണിത്. അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾക്ക് ഇനി ഫുഡ് ഓർഡർ ചെയ്യാം. അങ്ങനെ നമ്മൾ മിക്സ്ഡ് കബാബ്സാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അതിന് മുന്നേ നമ്മൾക്ക് സൂപ്പ് കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത സംഭവം. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് ലുക്കീമത്ത് കിട്ടി. നമ്മൾ അറബിക് സ്വീറ്റാണ്. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ച് അവരുടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞിട്ട് അത്യാവശ്യം നല്ല ക്ഷീണമായിരുന്നു. അപ്പോൾ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.